നമസ്കാരം. അന്താരാഷ്ട്ര രാഷ്ട്രീയ സമവാക്യങ്ങളെയും സമുദ്ര വാണിജ്യ പാതകളെയും ഒരുപോലെ പിടിച്ചുകുലുക്കുന്ന പുതിയൊരു കൂട്ടായ്മയാണ് സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള മക്ക കരാർ. പശ്ചിമേഷ്യയിലെ മാറുന്ന ശക്തി കേന്ദ്രങ്ങളുടെ നേർക്കാഴ്ചയായ ഈ കരാർ ആഗോളതലത്തിൽ പുതിയൊരു ചേരലിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. പരമ്പരാഗതമായി ഭാരതവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സൗദി അറേബ്യ പാകിസ്ഥാനെയും തുർക്കിയെയും കൂട്ടുപിടിച്ച് ഒരു പുതിയ പ്രതിരോധ തന്ത്രത്തിന് രൂപം കൊടുക്കുമ്പോൾ അത് ഏഷ്യൻ ബഹുരാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ സുരക്ഷാ താൽപ്പര്യങ്ങളിലും വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. തുർക്കിയുടെ പ്രമുഖ മാധ്യമമായ യെനി സഫാഖ് ഈ കരാറിലേക്ക് ബംഗ്ലാദേശിനെ കൂടി സ്വാഗതം ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടതോടെ ഈ കൂട്ടായ്മയുടെ വ്യാപ്തി ഭാരതത്തിൻ്റെ കിഴക്കൻ അതിർത്തികളിലേക്കും നീളുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. പാകിസ്ഥാനുമായും സൗദി അറേബ്യയുമായും പ്രതിരോധ രംഗത്ത് ദൃഢമായ ബന്ധം സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന തുർക്കി ഈ കരാറിലൂടെ തങ്ങളുടെ പ്രതിരോധ വ്യവസായത്തിന് പുത്തൻ ഉണർവാണ് ലക്ഷ്യമിടുന്നത്. സാമ്പത്തിക മാന്ദ്യവും കടുത്ത നാണയപ്പെരുപ്പവും നേരിടുന്ന തുർക്കിക്ക് സൗദിയുടെ സാമ്പത്തിക ശേഷിയും പാകിസ്ഥാനുമായുള്ള സൈനിക സഹകരണവും വലിയൊരു ജീവനാഡിയായി മാറും. സ്വന്തം നിർമ്മിത ആയുധങ്ങളും ഡ്രോണുകളും ആഗോള വിപണിയിൽ എത്തിക്കാനും അമേരിക്കൻ ആയുധങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും തുർക്കി ഈ അവസരം ഉപയോഗപ്പെടുത്തും. അതേസമയം പരമ്പരാഗതമായി ഇന്ത്യയുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന സൗദി അറേബ്യ ഈ കരാറിലൂടെ മേഖലയിൽ തങ്ങളുടെ തന്ത്രപരമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് നോക്കുന്നത്. ഇന്ത്യയുമായുള്ള ഊർജ ഇറക്കുമതിയും നൂറുകണക്കിന് ബില്യൺ ഡോളറിൻ്റെ നിക്ഷേപങ്ങളും നിലനിൽക്കെ തന്നെ അറബ് ലോകത്തിൻ്റെ നേതൃനിരയിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ സൗദി ഇത്തരം സഖ്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എങ്കിലും ഈ പുതിയ പ്രതിരോധ കരാർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. തുർക്കിയുടെ നിലവിലെ ഭരണകൂടം പുലർത്തുന്ന രാഷ്ട്രീയ ഇസ്ലാമിക ആശയങ്ങളും ഇന്ത്യക്കെതിരായ നിലപാടുകളും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം. അതേസമയം പരമ്പരാഗതമായി ഇന്ത്യയുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന സൗദി അറേബ്യ ഈ കരാറിലൂടെ മേഖലയിൽ തങ്ങളുടെ തന്ത്രപരമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് നോക്കുന്നത്. ഇന്ത്യയുമായുള്ള ഊർജ ഇറക്കുമതിയും നൂറുകണക്കിന് ബില്യൺ ഡോളറിൻ്റെ നിക്ഷേപങ്ങളും നിലനിൽക്കെ തന്നെ അറബ് ലോകത്തിൻ്റെ നേതൃനിരയിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ സൗദി ഇത്തരം സഖ്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എങ്കിലും ഈ പുതിയ പ്രതിരോധ കരാർ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. തുർക്കിയുടെ നിലവിലെ ഭരണകൂടം പുലർത്തുന്ന രാഷ്ട്രീയ ഇസ്ലാമിക ആശയങ്ങളും ഇന്ത്യക്കെതിരായ നിലപാടുകളും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം. തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സൈനിക സഹകരണം മേഖലയിലെ സന്തുലിതാവസ്ഥയെ ബാധിച്ചേക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. കൂടാതെ ചരക്ക് നീക്കവും ഊർജ്ജ ഇടനാഴികളും വഴി പുതിയ സാമ്പത്തിക പാതകൾ വെട്ടിത്തുറക്കാനുള്ള തുർക്കിയുടെ നീക്കങ്ങളും ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. കടുത്ത പ്രതിസന്ധികൾക്കിടയിലും സൗദിയുമായുള്ള ഉഭയകക്ഷി ബന്ധം കടുത്തുറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. എങ്കിലും തുർക്കിയുടെ നേതൃത്വത്തിലുള്ള ഈ പുതിയ അച്ചുതണ്ടിൻ്റെ നീക്കങ്ങൾ വരും കാലങ്ങളിൽ ഏഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പായ കാര്യം. ആഗോള ഭൗമ രാഷ്ട്രീയത്തിലെ ഏറ്റവും സങ്കീർണമായ സമവാക്യങ്ങളിൽ ഒന്നായി ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ മാറുകയാണ്. ചരിത്രപരമായി നോക്കിയാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള സായുധ പോരാട്ടങ്ങളോ കടുത്ത ശത്രുതയോ ഉണ്ടായിരുന്നില്ല. മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഓട്ടോമൻ സാമ്രാജ്യ കാലത്ത് തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡവുമായുള്ള വ്യാപാര സാംസ്കാരിക ബന്ധങ്ങൾ സൗഹൃദപരമായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന കാലഘട്ടത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ തുർക്കിയോടൊപ്പം നിന്ന ചരിത്രവുമുണ്ട്. എന്നിട്ടും സമകാലിക ലോകത്ത് തുർക്കിയുടെ ഭരണകൂടവും ഔദ്യോഗിക മാധ്യമങ്ങളും ഇന്ത്യയോട് നിരന്തരം ശത്രുതാപരവും വിമർശനപരവുമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നത് ഗൗരവകരമായ ഒരു വിശകലനം ആവശ്യപ്പെടുന്നുണ്ട്. ഒരു കാലത്തെ സൗഹൃദം പിന്നീട് എങ്ങനെയാണ് ജിയോ പൊളിറ്റിക്കൽ താൽപ്പര്യങ്ങളുടെയും രാഷ്ട്രീയ തന്ത്രങ്ങളുടെയും ഇരയായി മാറിയതെന്ന് മനസ്സിലാക്കാൻ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ പുതിയ മാറ്റങ്ങളെയും തുർക്കിയുടെ ഭരണാധികാരികളുടെ ലക്ഷ്യങ്ങളെയും കുറിച്ച് സൂക്ഷ്മമായി പരിശോധിക്കണം. തുർക്കിയുടെ ഇപ്പോഴത്തെ ഇന്ത്യ വിരുദ്ധ അല്ലെങ്കിൽ വിമർശനപരമായ നിലപാടുകൾക്ക് പിന്നിൽ പ്രധാനമായും പ്രവർത്തിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഭരണകൂടം പിന്തുടരുന്ന രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ ആശയങ്ങളും ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പഴയകാല പ്രതാപം വീണ്ടെടുക്കാനുമുള്ള അതിയായ മോഹവുമാണ്. മുസ്തഫ കമാൽ അത്താതുർക്കിൻ്റെ കാലഘട്ടത്തിൽ കർശനമായി മതേതരത്വം പാലിച്ചിരുന്ന ഒരു രാജ്യത്തു നിന്നും
ഇന്നത്തെ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം തുർക്കിയെ ഒരു മത യാഥാസ്ഥിതികത്വത്തിലേക്ക്, ഇസ്ലാമിക ലോകത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് സ്വയം അവരോധിക്കാനുള്ള ശ്രമങ്ങളിലേക്കും മാറ്റിയിരിക്കുന്നു. ഈ നയത്തിൻ്റെ ഭാഗമായി ആഗോളതലത്തിലുള്ള മുസ്ലിം വിഷയങ്ങളിൽ തുർക്കി അനാവശ്യമായി ഇടപെടുകയും തങ്ങളെ ആഗോള ഇസ്ലാമിക സമൂഹത്തിൻ്റെ വക്താവായി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമാണ് കശ്മീർ പോലുള്ള ഇന്ത്യയുടെ തികച്ചും ആഭ്യന്തരമായ വിഷയങ്ങളിൽ പാകിസ്ഥാൻ്റെ വാദങ്ങളെ തുർക്കി അന്താരാഷ്ട്ര വേദികളിൽ നിരന്തരം പിന്തുണയ്ക്കുന്നത്. പാകിസ്ഥാനുമായി അതിശക്തമായ സൈനിക, സാമ്പത്തിക, ആയുധ നിർമ്മാണ കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന തുർക്കി ദക്ഷിണേഷ്യയിൽ ഇന്ത്യക്കെതിരെയുള്ള ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ പാകിസ്ഥാനെ ഒരു ഉപകരണമായി ഉപയോഗപ്പെടുത്തുന്നു എന്നതും വ്യക്തമാണ്. കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന് അടിയുറച്ച പിന്തുണ നൽകുന്നതിലൂടെ ഇസ്ലാമിക ലോകത്ത് സൗദി അറേബ്യയോടും മറ്റ് അറബ് രാജ്യങ്ങളോടുമുള്ള നേതൃപദവി മത്സരത്തിൽ മുൻതൂക്കം നേടാമെന്നാണ് തുർക്കി കണക്കുകൂട്ടുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി എന്നിവർ ഉൾപ്പെടുന്ന പുതിയ മക്ക കരാർ പോലെയുള്ള കൂട്ടായ്മകളിലേക്ക് തുർക്കി കടന്നു വരുന്നതും ബംഗ്ലാദേശിനെ പോലെയുള്ള രാജ്യങ്ങളെ ഇന്ത്യക്കെതിരെ അണിനിരത്താൻ ശ്രമിക്കുന്നതും. പാകിസ്ഥാനുമായുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ട് തുർക്കിയുടെ പ്രതിരോധ കയറ്റുമതിക്കും സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കും വലിയ തോതിൽ സഹായകരമാകുന്നുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും നാണയപ്പെരുപ്പവും നേരിടുന്ന തുർക്കിക്ക് തൻ്റെ സൈനിക വ്യവസായത്തെ വളർത്താനും വിദേശ രാജ്യങ്ങളിൽ സ്വാധീനമുറപ്പിക്കാനും ഈ രാഷ്ട്രീയ നിലപാടുകൾ ആവശ്യമായി വരുന്നു. ഇന്ത്യയുമായി നല്ലൊരു സാമ്പത്തിക വ്യാപാര ബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ തുർക്കി ഭരണകൂടം ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നത് ആഭ്യന്തര രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടുകൂടിയാണ്. ഇന്ത്യയുമായി നല്ലൊരു സാമ്പത്തിക വ്യാപാര ബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ തുർക്കി ഭരണകൂടം ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നത് ആഭ്യന്തര രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടുകൂടിയാണ്. രാജ്യത്തിനകത്തെ സാമ്പത്തിക തകർച്ചകളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനും ദേശീയവാദികളെയും മതതീവ്രവാദികളെയും കൂടെ നിർത്താനും തുർക്കി ഭരണകൂടവും യെനി സഫാക്ക് പോലുള്ള ഔദ്യോഗിക മാധ്യമങ്ങളും ഇന്ത്യക്കെതിരായ വ്യാജ പ്രചാരണങ്ങളും വിദ്വേഷ വാർത്തകളും നിരന്തരം ഉപയോഗപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ ചരിത്രപരമായ ശത്രുതയേക്കാൾ ഉപരിയായി ആധുനിക രാഷ്ട്രീയ താൽപ്പര്യങ്ങളും സാമ്രാജ്യത്വ മോഹങ്ങളും പശ്ചിമേഷ്യയിലെ നേതൃസ്ഥാനത്തിനായുള്ള മത്സരവുമാണ് തുർക്കിയെ ഇന്ത്യക്കെതിരായ നിലപാടുകളിലേക്ക് നയിക്കുന്നത്. ദക്ഷിണേഷ്യയിൽ സ്വന്തം സ്വാധീനം വ്യാപിപ്പിക്കാൻ പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന നയമാണ് തുർക്കി കാലങ്ങളായി സ്വീകരിക്കുന്നത്. ഇന്ത്യയാകട്ടെ തുർക്കിയുടെ ഇത്തരം പ്രകോപനപരമായ ഇടപെടലുകളെ വളരെ ജാഗ്രതയോടെയും സംയമനത്തോടെയുമാണ് നേരിടുന്നത്. തങ്ങളുടെ പരമാധികാരത്തെയോ ആഭ്യന്തര കാര്യങ്ങളെയോ ബാധിക്കുന്ന ഒത്തുതീർപ്പുകൾക്ക് ഭാരതം ഒരിക്കലും തയ്യാറാകില്ലെന്ന് ദില്ലി പലതവണ വ്യക്തമാക്കി കഴിഞ്ഞു. എങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ തുർക്കി കളിക്കുന്ന ഇത്തരം രാഷ്ട്രീയ കളികൾ ഏഷ്യൻ മണ്ണിലെ സമാധാന അന്തരീക്ഷത്തിനും സുരക്ഷയ്ക്കും വലിയ വെല്ലുവിളികൾ തന്നെയാണ് ഉയർത്തുന്നത്. ആഗോളവേദിയിൽ ഇന്ത്യ ഒരു വൻ ശക്തിയെ വളരുമ്പോൾ അത്തരം മുന്നേറ്റങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന തുർക്കിയുടെ ഇത്തരം സങ്കുചിത രാഷ്ട്രീയ നീക്കങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ അവരുടെ സ്വന്തം നയതന്ത്ര ബന്ധങ്ങൾക്ക് തന്നെയാണ് വലിയ തിരിച്ചടിയായി മാറാൻ പോകുന്നത്. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെയും പുറത്തു നിന്നുള്ള തന്ത്രപരമായ സമ്മർദ്ദങ്ങളുടെയും പശ്ചാത്തലത്തിൽ തുർക്കിയുടെയും സമാന മനസ്കരായ സഖ്യകക്ഷികളുടെയും നീക്കങ്ങളെ ഭാരതം വളരെ ജാഗ്രതയോടെയും ദീർഘവീക്ഷണത്തോടെയുമാണ് പ്രതിരോധിക്കുന്നത്. രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന ഇത്തരം നീക്കങ്ങളെ നേരിടാൻ ഇന്ത്യ നയതന്ത്രപരവും സൈനികവുമായ വിവിധ പ്രതിരോധ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. ഒന്നാമതായി, പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം വളരെ കരുത്തുറ്റതാണ്. തുർക്കി പാകിസ്ഥാനുമായി ചേർന്ന് പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കുമ്പോഴും സൗദി അറേബ്യ, UAE തുടങ്ങിയ പ്രധാന അറബ് രാജ്യങ്ങളുമായി ഇന്ത്യ സുപ്രധാനമായ ഉഭയകക്ഷി ബന്ധങ്ങൾ പുലർത്തുന്നുണ്ട്. ഒപ്പം സാമ്പത്തിക ബന്ധങ്ങളും. ഈ രാജ്യങ്ങളുമായുള്ള ശക്തമായ ഊർജ്ജ വ്യാപാര പങ്കാളിത്തം വഴി തുർക്കിയുടെ പ്രതികൂലമായ ആശയപരമായ സ്വാധീനങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു. സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള സുരക്ഷാ സഹകരണം ഇത്തരം പ്രാദേശിക കൂട്ടായ്മകളുടെ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്ക് തടയിടുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. രണ്ടാമതായി, സമുദ്ര സുരക്ഷയുടെ കാര്യത്തിലും ഇന്ത്യൻ നാവികസേന അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൗരന്മാരുടെയും ചരക്ക് കപ്പലുകളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ നാവികസേന സജീവമായി രംഗത്തുണ്ട്. സമുദ്രപാതകളിലൂടെയുള്ള ഭീഷണികളെ ചെറുക്കാനും തന്ത്രപ്രധാനമായ ഇടനാഴികളിൽ ആധിപത്യം നിലനിർത്താനും ഇന്ത്യ നടത്തുന്ന സമുദ്ര സുരക്ഷാ ദൗത്യങ്ങൾ തുർക്കിയുടെയും മറ്റ് ശക്തികളുടെയും നീക്കങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ സഹായിക്കുന്നു.
മൂന്നാമതായി ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയും ആഗോളതലത്തിലുള്ള സഖ്യങ്ങളും മറ്റൊരു പ്രധാന പ്രതിരോധകമാണ്. തുർക്കി സ്വന്തം ആയുധ നിർമ്മാണ രംഗം ശക്തിപ്പെടുത്തുമ്പോൾ ഇന്ത്യ, ഫ്രാൻസ്, അമേരിക്ക, ഇസ്രയേൽ തുടങ്ങിയ ആഗോള ശക്തികളുമായി ചേർന്ന് അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുകയും സൈനിക ശക്തിയായി വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനം കാരണം തുർക്കിയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് മേൽ എളുപ്പത്തിൽ ആധിപത്യം സ്ഥാപിക്കുക എളുപ്പമല്ല. ചുരുക്കത്തിൽ തുർക്കിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളെയും ആശയപരമായ വെല്ലുവിളികളെയും കൃത്യമായ നയതന്ത്ര ഇടപെടലുകളിലൂടെയും ശക്തമായ പ്രാദേശിക പങ്കാളിത്തത്തിലൂടെയും വിട്ടുവീഴ്ചയില്ലാത്ത സമുദ്ര ദേശീയ സുരക്ഷാ മുൻകരുതലുകളിലൂടെയുമാണ് ഭാരതം പ്രതിരോധിക്കുന്നത്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.